ഹായ് എവരിവൺ, വെൽക്കം ടു മൈ മദേഴ്സ് കിച്ചൻ. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് അമ്മച്ചി ഉണ്ടാക്കിയിരുന്ന അതേ ചേരുവകൾ ചേർത്ത് ഉള്ള ഒരു ബീഫ് ഉലത്താണ്. ബീഫ് ഉലത്തുന്നതിന് വേണ്ടി എടുത്തിരിക്കുന്ന സാധനങ്ങൾ: ബീഫ് 3 പൗണ്ട് ചെറിയ കഷ്ണങ്ങളാക്കി കഴുകി നല്ല ഡ്രൈ ആക്കി അതിൽ ഞാൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. മാരിനേറ്റ് ചെയ്യാനായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന സാധനങ്ങൾ: 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ ഉപ്പ്, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ പെരിഞ്ചീരകം പൊടി. അത് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇറച്ചിയിൽ പുരട്ടി വെച്ചിട്ടിപ്പോൾ ഒരു അരമണിക്കൂറോളം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് സബോള, അത് 2 എണ്ണം, ഒരെണ്ണം ഒരു ലാർജും ഒരു മീഡിയം സൈസുമാണ് എടുത്തിരിക്കുന്നത്. അത് നീളത്തിൽ അരിഞ്ഞു വെച്ചിരിക്കുന്നത്. 1 കപ്പോളം തേങ്ങ നീളത്തിൽ കനം കുറച്ചരിഞ്ഞത്, ഇഞ്ചി ഒരു 3 കഷ്ണം 1 ഇഞ്ച് നീളത്തിലുള്ള ഇഞ്ചി, അതും നീളത്തിൽ കനം കുറച്ചരിഞ്ഞിരിക്കുന്നത്, 6 വെളുത്തുള്ളി നീളത്തിൽ അരിഞ്ഞിരിക്കുന്നത്, പിന്നെ 3 പച്ചമുളക് ഞാൻ എടുത്തിട്ടുണ്ട്, അത് ചെറുതായിട്ട് വട്ടകത്തിലാണ് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, പിന്നെ ആവശ്യത്തിനുള്ള കറിവേപ്പില. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന മസാലപ്പൊടി: 2.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1.5 ടീസ്പൂൺ ഇറച്ചി മസാലപ്പൊടിയും ആണ് ഞാൻ എടുത്തിരിക്കുന്നത്. ആദ്യം ഞാൻ തേങ്ങയാണ് മൂപ്പിക്കാൻ പോകുന്നത്. അതിൽ ഞാൻ ഈ പാത്രത്തിലേക്ക് ഒരു 1.5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണയോളം ഒഴിക്കുന്നു. ഇതിലേക്ക് ഞാൻ തേങ്ങ ഇടുന്നു. ഈ തേങ്ങ നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രമേ ഞാൻ ബാക്കിയുള്ള സാധനങ്ങൾ ആഡ് ചെയ്യത്തുള്ളൂ. ഈ തേങ്ങയിലേക്ക് ഞാൻ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടെ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ തേങ്ങയ്ക്ക് നല്ല നിറം കിട്ടും. ഈ തേങ്ങ നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രമേ ഞാൻ സവോള എടുത്തുള്ളൂ. തേങ്ങ ഒരുമാതിരി നല്ല ബ്രൗൺ നിറമായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ സവോള അരിഞ്ഞതിടുന്നു, ഇഞ്ചി, വെളുത്തുള്ളിയും പച്ചമുളകും, ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടി ഇടുന്നു. ഇത് നന്നായിട്ട് മൂത്തതിന് ശേഷം മാത്രമാണ് ഞാൻ മസാലപ്പൊടി ഇതിലിട്ട് നന്നായിട്ട് മൂപ്പിച്ചെടുക്കുന്നത്. ഇതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ഇട്ട് കൊടുത്തു. സബോളയും ഇഞ്ചിയും എല്ലാം നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി ഞാൻ അതിലേക്ക് മസാലപ്പൊടി ചേർക്കാൻ പോവുകയാണ്. അത് ചേർക്കുന്നതിന് മുമ്പേ ഞാൻ ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തതിൻ്റെ ശേഷമാണ് ആഡ് ചെയ്യാൻ പോകുന്നത്. ഈ മസാലപ്പൊടി ഇനി നമുക്കിത് നന്നായിട്ട് മൂപ്പിക്കണം. മസാലയെല്ലാം കൂടെ മൂത്തിട്ടുണ്ട്. ഇനി ഞാൻ ഇതിലേക്ക് ഇറച്ചി ആഡ് ചെയ്യാൻ പോവുകയാണ്. ഇത് പിന്നെ നന്നായിട്ട് ഇളക്കി ഈ പാത്രം കഴുകി ഞാനൊരു 1/2 കപ്പ് വെള്ളം മാത്രമേ ഇതിലേക്ക് ഒഴിക്കുന്നുള്ളൂ. കാരണം നമുക്ക് ഇറച്ചിയിൽ നിന്നും വെള്ളം നന്നായിട്ട് ഇറങ്ങും. അത് നമ്മൾ ഇടയ്ക്കൊന്ന് തുറന്ന് നോക്കി വെന്തില്ല എന്ന് വരികിൽ മാത്രം ഇച്ചിരി ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. ഇപ്പൊ ഞാൻ നന്നായിട്ട് ഇളക്കി ഇത് മൂടി വെച്ച് വേവിക്കാൻ പോവുകയാണ്. ഇടയ്ക്കൊന്ന് ഒരു 2-3 മിനിറ്റ് ഇടവിട്ടൊന്ന് നമ്മൾ തുറന്ന് നോക്കി ഒന്ന് ഇളക്കി കൊടുക്കുന്നത് നല്ലതാണ്. വെള്ളം പോരെങ്കിൽ മാത്രം സ്വല്പം ചൂടുവെള്ളം ഒഴിച്ച് കൊടുത്താൽ മതി. വെള്ളം വറ്റി നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് സ്വല്പം കടുക് പൊട്ടിച്ച് വെളിച്ചെണ്ണയിൽ കടുക് പൊട്ടിച്ച് ഒഴിക്കുകയാണ്. ഇത് ആവശ്യമുള്ളവർക്ക് മാത്രം ചെയ്താൽ മതി, ഇങ്ങനെ ഉപയോഗിച്ചാലും കുഴപ്പമില്ല.
കടുക് പൊട്ടിക്കുന്നതിന് വേണ്ടി ഞാനൊരു തവ വെച്ച് അതിൽ 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് ഞാൻ കടുക് ആഡ് ചെയ്യുന്നു. ബീഫിന് ആവശ്യത്തിന് എരിവുള്ളത് കൊണ്ട് ഞാൻ മുളക് മുറിച്ചിടുന്നില്ല, ജസ്റ്റ് കറിവേപ്പില മാത്രം. നമ്മൾ ചീനിച്ചട്ടിയിൽ ഇറച്ചി മൂപ്പിച്ചെടുക്കുകയാണെന്ന് വരിയിൽ ആ എരിവ് പോരാഴികയുണ്ടെന്ന് വരികിൽ ഒരു സ്വല്പം കുരുമുളക് പൊടിച്ച് ഇടുന്നത് ബീഫിന് വളരെ ടേസ്റ്റ് കൊടുക്കുന്നതാണ്. അങ്ങനെ ഇഷ്ടമുള്ളവർക്ക് ചെയ്യാം. കടുക് മൂപ്പിച്ച് ഇറച്ചിയിൽ ഒഴിച്ചതിന് ശേഷം ഞാനിത് സ്റ്റൗവിലേക്കൊന്ന് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാനൊരു 1/2 ടീസ്പൂൺ വിനീഗറും കൂടെ ഒഴിച്ചു കൊടുക്കുന്നു. അത് ഇറച്ചിക്ക് നല്ല ഫ്ലേവർ കൊടുക്കുന്നതാണ്. പിന്നീട് നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി എല്ലാം ഒന്ന് യോജിപ്പിച്ചാൽ മതി. അപ്പോൾ ഇത് ബീഫ് ഉലത്തിയത് റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ ഈ ചേരുവകൾ ചേർത്ത് ഇതുപോലെ ബീഫ് ഉലത്ത് ഉണ്ടാക്കി നോക്കുക. നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ കരുതുന്നു. ഇഷ്ടപ്പെട്ടുവെന്ന് വരികിൽ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലിക്ക് ഷെയർ ചെയ്യുക.